ഓക്കെ, അപ്പം നമ്മൾ പഠിക്കുന്നത് ഇഗ്നോ ബിസിനസ് എൻവയോൺമെൻറ്റ് MMPC-004 സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ സാധാരണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓടിച്ച് പഠിച്ചിട്ട് പോവാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഡീറ്റെയിൽ ഇൻ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ് കമ്പോണൻസ്. എന്താ ബിസിനസ് എൻവയോൺമെൻറ്റ്? ഇപ്പോൾ ഇതൊരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക, അതിനെ ചുറ്റി നിൽക്കുന്ന എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും കാണും, ഇൻഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും കാണാം. അപ്പോൾ കമ്പോണൻസിനെ നമുക്ക് മെയിനായിട്ടും രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇൻറ്റേർണലും, രണ്ട് എക്സ്റ്റേണലും. ഇതെവിടെ കിടക്കുന്നു? ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഉണ്ട്. എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്? ഒരു ബിസിനസ്സിനകത്തുള്ള ചില കാര്യങ്ങൾ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാല്യൂസ്. ഓക്കെ, വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫോളോ ചെയ്യുന്ന എത്തിക്കൽ ബിലീഫാണ്. ആ ബിസിനസ് ഫോളോ ചെയ്യുന്ന എത്തിക്കൽ ബിലീഫിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. ചില ബിസിനസ്സൊക്കെ എത്തിക്സ് ഉള്ളതായിരിക്കും, അവർ ക്വാളിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. രണ്ടാമത് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്. ചിലപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റ് എന്നായിരിക്കും. ചിലർക്ക് ഗുഡ് വില്ലാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു പേര് ഒപ്പിച്ചെടുക്കുക എന്നതായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, മിഷനും എന്ത് ചെയ്യും? മിഷൻ റിഫ്ലക്റ്റ് ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ പർപ്പസിനെ എന്ത് ചെയ്യും? മിഷനും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഇനി അടുത്ത് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വലുതാണെങ്കിൽ അതിൻ്റെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ബിസിനസ്സിൻ്റെ ടോട്ടൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ ചില സ്കൂളൊക്കെ നമ്മൾ നോക്കി എന്ത് ചെയ്യും? കുട്ടികളെ വിടും അല്ലേ? നല്ല സ്ട്രക്ചറുള്ള സ്കൂൾ, അതായത് അവിടുത്തെ അവരുടെ മിഷൻ എന്താണ്, അവർ സ്ട്രിക്റ്റ് ആയിട്ടാണോ കൊണ്ടുപോകുന്നത്, എഫക്റ്റീവായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും ആ സ്കൂളിൻ്റെ എൻവയോൺമെൻറ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കൾച്ചർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? കൾച്ചർ, ആ സ്കൂള് ഫോളോ ചെയ്യുന്ന വാല്യൂസ് ആൻഡ് ബിലീഫ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഒരു ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ ബാധിക്കും, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കും. ഹ്യൂമൻ റിസോഴ്സ്, ആ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഹ്യൂമൻ റിസോഴ്സ്, സ്കിൽസ്, ക്വാളിറ്റീസ്, കാപ്പബിലിറ്റി, ആറ്റിറ്റ്യൂഡ്, അപ്പോൾ ഇതൊക്കെ വരുന്നതാണ് ഏത്? ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ടോട്ടൽ സറൗണ്ടിങ്സിനാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ ബിസിനസ്സിനും എൻവയോൺമെൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ, ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കിയാൽ അവിടുത്തെ വാല്യൂസ് നോക്കും. ആ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്ന മൂല്യം എന്താണ്? അവർ പ്രോഫിറ്റ് ആണോ, പേഷ്യൻസിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അവരുടെ മിഷൻ എന്താണ് അല്ലേ? നമ്മൾ പറയില്ല അത് വെറും ബ്ലൈഡ് ആണെന്നൊക്കെ പറയും അല്ലേ? ചിലർ പറയും അവരുടെ ഉദ്ദേശം സർവീസാണ് എന്ന് പറയും. അതതിൻ്റെ മിഷനാണ്. സ്ട്രക്ചർ അല്ലേ? വെൽ എക്വിപ്ഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്, നല്ല ഹോസ്പിറ്റലാണ് നമ്മൾ പറയും. കൾച്ചർ, പിന്നെ ഹ്യൂമൻ റിസോഴ്സ്, നല്ല സ്കിൽഡ് ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന് വേറെ ഗുഡ് വില്ലിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് ഒന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമുക്ക് രണ്ടായി തരംതിരിക്കാം, മൈക്രോയും മേക്രോയും. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്, സൂക്ഷ്മം. മാക്രോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സ്ഥൂലം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡയറക്റ്റായിട്ട് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനാണ് നമ്മൾ മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സപ്ലയേഴ്സ് എന്ത് ചെയ്യും? ആ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും അല്ലേ? ഇപ്പം നമ്മുടെ സപ്ലൈ നമുക്ക് റെഗുലറായിട്ട് എന്ത് ചെയ്യുന്നു? സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്മൂത്ത് ബിസിനസ് നടത്തും. മനസ്സിലായില്ലേ? അപ്പോൾ സപ്ലയർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കസ്റ്റമർ എങ്ങനെയുള്ള കസ്റ്റമറാണ്? നമ്മുടെ പ്രോഡക്റ്റുമായി കമ്മിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറാണോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ ബിസിനസ്സുമായി ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാർ, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അവരൊക്കെ എന്താണ്? മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ആണ്. അവരും എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് നല്ലൊരു റീറ്റെയിലർ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നമ്മുടെ റീറ്റെയിലേഴ്സ് ഒന്നും അത്ര എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കുറവാണ്. പിന്നെ അടുത്ത് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ്, നമ്മളുമായിട്ട് മത്സരിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ ബാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പ്രൈസ് നമ്മൾ 15 രൂപ എന്ന് ഫിക്സ് ചെയ്ത് മാർക്കറ്റിലോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിലോട്ട് ഫിക്സ് ചെയ്ത് വരുമ്പോൾ ഓൾറെഡി നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ പ്രോഡക്റ്റിന് 12 രൂപയാണെങ്കിൽ പിന്നീട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ആളുകളുടെ സാധ്യത കുറവാണ്. സോ അത് നമ്മുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ കോമ്പറ്റീഷൻ നമുക്കൊരു വലിയൊരു ഫാക്ടറാണ്. പബ്ലിക്
തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടേഴ്സാണ് വിമൻസ്, മീഡിയ ഗ്രൂപ്പ്സ്, എൻവയോൺമെൻറ്റലിസ്റ്റ്. ഇവരെല്ലാം നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ മൈക്രോയിൽ വരുന്നതാണ്. മാക്രോയിൽ വരുമ്പം കുറച്ചൊരു വലിയ കാര്യങ്ങളാണ്. എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പോളിസി എടുക്കുന്നു. ഓക്കെ, അതായത് എക്കണോമിക് ഫോഴ്സസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യും. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു പോളിസി എടുക്കുന്നു, തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും അല്ലേ? ഇപ്പം നമുക്കിപ്പോൾ ടയർ, നമ്മുടെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന ടയറാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇപ്പോൾ റബ്ബറിൻ്റെ വില കൂട്ടുകയാണ്, സ്വാഭാവികമായും ടയറിൻ്റെ വില കൂടും. സോ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ ബാധിക്കും, നമുക്ക് സ്ട്രഗിൾ ഉണ്ടാവും. പിന്നെ പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എടുക്കുന്ന ഡിസിഷൻസ്, പിന്നെ നിയമപരമായിട്ട് ജുഡീഷ്യറി നമ്മളെ എങ്ങനെയൊക്കെ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നോക്കിയക്കൊക്കെ എന്താ പറ്റിയേ? ടെക്നോളജി അപ്ഡേറ്റ് ആയി അല്ലേ? നമ്മളൊക്കെ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലോട്ട് പോയി, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി. പക്ഷെ അത് നോക്കിയയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ടെക്നോളജി നോക്കിയയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല. സോ നോക്കിയ താഴെ പോയി. നോക്കിയയുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? പൊളിഞ്ഞു. അപ്പോൾ അത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് അതാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് ഓർ അതർ ഓർഗനൈസ്ഡ് നോളജ് പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള എന്താണ് സയൻറ്റിഫിക് മെത്തേഡ്, നോളജ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. പിന്നെ അടുത്ത് പറയുന്നത് ഗ്ലോബൽ ഓർ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് മാക്രോയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാം എന്താണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും, രണ്ട് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും. ഇവിടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാല്യൂസ്, മിഷൻസ്, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, കൾച്ചർ, ഹ്യൂമൻ റിസോഴ്സസ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമുക്ക് എത്രയായി തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. മൈക്രോയും ഉണ്ട്, മാക്രോയും ഉണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലയേഴ്സ്, കസ്റ്റമർ, മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, പബ്ലിക്, എക്സെട്ര. മാക്രോയിൽ വലിയ കാര്യങ്ങളാണ് എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഗ്ലോബൽ, ടെക്നോളജിക്കൽ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ചു വയ്ക്കുക. എക്കണോമിക് എൻവയോൺമെൻറ്റ് ആൻഡ് ഇമ്പാക്റ്റും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഇവിടെ എഴുതാനായിട്ട് പറ്റണം. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കീ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് വിച്ച് ഡ്രൈവ് ഓർഗനൈസേഷൻ എൻഗേജ് ടു CSR ആക്ടിവിറ്റീസ് ആൻഡ് ഹൈലൈറ്റ് സം CSR ഇനിഷ്യേറ്റീവ് ഓഫ് ഇന്ത്യൻ കമ്പനീസ്. മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് വിച്ച് ഡ്രൈവ് ഓർഗനൈസേഷൻ ടു എൻഗേജ് ഇൻ CSR. ഒരു ഓർഗനൈസേഷൻ CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഒരു ഓർഗനൈസേഷൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യാൻ എന്തൊക്കെ മോട്ടീവ്സാണ് ഉള്ളത്? ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അല്ലേ, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത്? ഒന്ന് മേ ബി നമ്മുടെ നല്ല മനസ്സായിരിക്കാം, പക്ഷേ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? കമ്പനിക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടാവുക, ആ കമ്പനി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് 10 പേരെ കൊണ്ട് പറയിപ്പിക്കുക, അതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിക്കോ. ബിസിനസ് ഓർഗനൈസേഷൻസ് എൻഗേജ് ഇൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ഫോർ സെവറൽ റീസൺ. പല കാരണങ്ങളുണ്ട്. ഒരു കമ്പനി അവരുടെ CSR ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ CSR ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ഒരു കമ്പനി അവർ വിലയിരുത്തുന്നത് അവർ ഈ നാട്ടിൽ അവരെ ബിസിനസ് നടത്തുന്നു. സോ അപ്പോൾ ആ ബിസിനസ്സിനോടൊപ്പം പ്രോഫിറ്റിനോടൊപ്പം കുറച്ച് സർവീസും കൂടി ഇവിടെ ചെയ്യണം എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. രണ്ട്, റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡ് ഇമേജ്. ചിലർ ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ബ്രാൻഡ് ഇമേജ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ SBIയുടെയൊക്കെ വെയിറ്റിംഗ് ഷെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റോഡ് സൈഡിൽ പബ്ലിക് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ വെയിറ്റിംഗ് ഷെഡൊക്കെ SBI ചെയ്യും. അത് എന്തുകൊണ്ടാണ് ചെയ്യണതെന്ന് പറഞ്ഞാൽ അവരൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അത് അവരുടെ ഒരു ബ്രാൻഡ് ഇമേജും കൂടിയാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഹസാർഡൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഒരു കമ്പനിക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഡയറി മിൽക്കിൽ പണ്ട് പുഴു കിടന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ അവരത് ഗുഡ് വില്ല് കൊണ്ട് അവരെന്ത് ചെയ്തു? മാനേജ് ചെയ്തു. പിന്നെ അടുത്ത് പറയുന്നത് എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആൻഡ് റിട്ടൻഷൻ. ഇപ്പോൾ ഒരു കമ്പനി CSR ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ എംപ്ലോയീസിന് ആ കമ്പനിയോടൊരു ധാർമ്മികത ഉണ്ടാവും, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അതൊരു മീനിങ് ഫുൾ കമ്പനിയാണെന്ന് അവർക്ക് തോന്നും. പിന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എന്താ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
മറ്റുള്ള കമ്പനികളെക്കാളും നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കാൻ CSR നമ്മളെ സഹായിക്കും. നമ്മളെന്തെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നമ്മളെന്തെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്, നമുക്കൊരു ഗുഡ് വില്ലൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്ത് പറയുന്നത്, അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സൊക്കെ കൊണ്ടാണ് പലരും CSR ചെയ്യുന്നത്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങളവിടെ കുറച്ച് CSR ഒക്കെ നിങ്ങളവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിരിക്കാം, ഇല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡ് ഇമേജിന് വേണ്ടിയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻ്റ് ആയിരിക്കും. ഇതിലേതെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിന് ആ കമ്പനിയുടെ ഒരു മൊറയിൽ തോന്നാൻ വേണ്ടിയിട്ടാവാം, ഇല്ലെങ്കിൽ അതൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം. ഇനി അടുത്ത് പറയുന്നത്, ഇന്ത്യൻ കമ്പനീസ് കുറച്ച് ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുണ്ട് CSR. ഒന്ന് ടാറ്റ കെമിക്കൽസ്. ടാറ്റ കെമിക്കൽസ് CSRന് വേണ്ടി 25.68 കോടിയാണ് 2018-2019 കാലഘട്ടത്തിൽ മാറ്റിയിട്ടുള്ളത്. ഇവരുടെ ടാറ്റ കെമിക്കൽസിൻ്റെ മെയിൻ ഫിലോസഫി എന്ന് പറയുന്നത് ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്, പിന്നെ പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്. കമ്മ്യൂണിറ്റീസിനൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി എടുക്കുക. പിന്നെ ടാറ്റ കെമിക്കൽസ് എന്ത് ചെയ്യുന്നു, ആ റൂറൽ ഡെവലപ്മെൻറ്റിനൊക്കെ എന്ത് ചെയ്യുന്നു, ടാറ്റ കെമിക്കൽസ് സഹായിക്കുന്നു. പിന്നെ അടുത്ത് ഇൻഫോസിസ് നിങ്ങൾക്ക് എഴുതാം, ചിലപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വരും. ഇൻഫോസിസ് എഴുതാം. ഇൻഫോസിസ് ഇത് ക്വസ്റ്റ്യനായിട്ട് വരുമെന്നുള്ള ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സോ നിങ്ങളത് പഠിച്ച് തന്നെ പോകണം, ഒന്ന് വായിച്ച് തന്നെ പോകണം. ഇൻഫോസിസ് എന്ത് ചെയ്യുന്നു, 1996 ഒരു ഫൗണ്ടേഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇൻ 2019 ദ കമ്പനി 342 കോടിയാണ് CSR പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് ഒരു ഗുഡ് വില്ലൊക്കെ ഉണ്ട്. പിന്നെ ഭാരത് പെട്രോളിയം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് CSR എഫക്റ്റ്, ഭാരത് പെട്രോളിയം എന്ത് ചെയ്യുന്നു, ഗിവിങ് വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷൻ ബൈ മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു പീപ്പിൾ ടു യൂസ് ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അവർ സ്വച്ഛ ഭാരത് അഭിയാനൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ മുൻകൈ എടുത്ത് അവർ ചെയ്ത പ്രോജക്റ്റുകളാണ്. പിന്നെ ബിൽഡിങ്സ്, മെയിൻറ്റെയിനിങ് ടോയ്ലറ്റ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, ബോധവൽക്കരണം നടത്തുകയും അതിന് കുറേ സഹായങ്ങളൊക്കെ ചെയ്ത ആ കമ്പനിയാണ് ഭാരത് പെട്രോളിയം. അപ്പോൾ നിങ്ങൾ ഈ 3 കമ്പനികൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് CSR. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് എക്സാമിൻ ദ സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ബ്രീഫ് ഡിസ്കസ് അതർ ഇമ്പോർട്ടൻ്റ് പോളിസീസ് ഫോക്കസിങ് ഓൺ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ. അതായത് ഇൻഡസ്ട്രിയൽ പോളിസീസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് പോളിസീസ് ഫോക്കസ് ഓൺ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ. ഓരോ സ്റ്റേറ്റ് എടുത്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 21 ഡേയ്സിനകത്ത് എന്ത് ചെയ്യും, നമുക്കൊരു വ്യവസായം തുടങ്ങാനുള്ള ലൈസൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ രജിസ്ട്രേഷൻ അപ്രൂവലൊക്കെ ഇവർ സിംപ്ലിഫൈ ചെയ്തു ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്. ഓക്കെ, സ്പോട്ട് രജിസ്ട്രേഷനാണ്. അവിടെ ആർക്ക് വേണോ ബിസിനസ് തുടങ്ങാം. അതൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ സ്പീഡാക്കി. പണ്ടൊക്കെ ആളുകൾ ബിസിനസ് തുടങ്ങാത്തതിന് കാരണം അവിടെ വലിയ ഒരുപാട് ബാരിയറൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇൻസെൻറ്റീവ്സ് ഫോർ GST ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി അതൊക്കെ സബ്സിഡിയിൽ കൊണ്ടുവന്നു. കർണാടകയിൽ ഓൺലൈൻ അപ്രൂവൽ മതി, രജിസ്ട്രേഷൻ്റെ അപ്രൂവലൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറേ പുതിയ ബിസിനസ്സുകാരെ എന്ത് ചെയ്യും, ആകർഷിക്കും. അവർക്ക് ബിസിനസ് എന്ന് പറഞ്ഞ് ചുമ്മാ ഓടി നടക്കേണ്ട കാര്യമില്ല. പിന്നെ ഓൺലൈൻ കൊമേഴ്സ്യൽ ടാക്സ് കൊണ്ടുവന്നു. പിന്നെ ടൈം ലൈൻസ് ഫിക്സഡ് ഫോർ ഇൻഡസ്ട്രി റിലേറ്റഡ് സർവീസസ്, ടൈം ലൈനൊക്കെ എന്ത് ചെയ്തു, ഫിക്സ് ചെയ്തു. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, പിന്നെ എന്താണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, അതൊക്കെ എന്ത് ചെയ്തു, സെൻറ്റേഴ്സാണ്, അതൊക്കെ എന്ത് ചെയ്യുന്നു, കർണാടക ഗവൺമെൻറ് കൊണ്ടുവന്നു. കേരളത്തിലും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റമാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സോണൊക്കെ ഓരോ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇൻസെൻറ്റീവ് ലിമിറ്റഡ് ടു ന്യൂ എൻ്റർപ്രണേഴ്സ്. ഓക്കെ, ന്യൂ എൻ്റർപ്രണേഴ്സിന് എന്ത് ചെയ്യുന്നു, സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ മെഷേഴ്സ് ടു മിറ്റിഗേഷൻ പൊല്യൂഷൻ ഇൻക്ലൂഡിങ് ദ റീലൊക്കേഷൻ ഇൻഡസ്ട്രീസ്, ഫോക്കസ് ഓൺ എക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ മോഡ്, ഇതൊക്കെ കേരള ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തതാണ്. തമിഴ്നാട് സിംഗിൾ വിൻഡോ ആണ്. കണ്ടോ, സിംഗിൾ വിൻഡോ എല്ലാത്തിലും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ആയിട്ട് എല്ലാത്തിലും എഴുതാം. പിന്നെ അവിടെ സബ്സിഡിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ എന്താണ്, എൻവയോൺമെൻറ്റൽ ടാക്സ് റീഫോം ഒക്കെ കൊണ്ടുവന്നു. ഫോക്കസ് ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവിനാണ് അവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും
ഇൻഡസ്ട്രീസ് ആവശ്യമാണ്. വ്യവസായങ്ങൾ വന്നാൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. സോ ഈ പറയുന്ന സ്റ്റേറ്റൊക്കെ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ പോളിസീസാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. പിന്നെ പോളിസീസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പോളിസീസ് ഫോക്കസിങ് ഓൺ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായ പോളിസീസ്. ഒന്ന് നാഷണൽ മാനുഫാക്ചറിങ് പോളിസി NMP. The NMP launched in 2011 aimed to increase the share of manufacturing in India GDP to 25% by 2022. അതായത് NMP എന്ന് പറഞ്ഞാൽ നാഷണൽ മാനുഫാക്ചറിങ് പോളിസിയാണ്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, GDP എന്ത് ചെയ്യുക, 25% എന്ത് ചെയ്യുക, കൂട്ടുക. അതായത് മാനുഫാക്ചറിങ്ങിൽ GDP എന്ത് ചെയ്യുക, 25% കൂട്ടുക. പിന്നെ എന്താണ്, ക്രിയേറ്റിംഗ് എനേബിളിംഗ് ദ എൻവയോൺമെൻറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉറപ്പുവരുത്തുക. ഇൻഡസ്ട്രിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കീ ഇഷ്യൂസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, സ്കില്ല് എൻഹാൻസ്മെൻറ്റ്, ടെക്നോളജി അഡോപ്റ്റേഷൻ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഇൻഡസ്ട്രിയൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇൻഡസ്ട്രിയിലുള്ള നിലവിലുള്ള ഇഷ്യൂസ് ഒക്കെ മാറ്റുക. അപ്പോൾ ഇതാണ് നാഷണൽ മാനുഫാക്ചറിങ് പോളിസി. നിലവിലുള്ള GDPയെക്കാളും മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ 25% കൂട്ടുക. മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ നിലവിലുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, മാറ്റുക. ഇതൊക്കെയാണ് നാഷണൽ മാനുഫാക്ചറിങ് പോളിസി എന്ന് പറയുന്നത്. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ഇൻ 2014, 2014 ഉണ്ടായത്. ടു മേക്ക് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എയിംഡ് ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻറ്റു എ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബ്. ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റുക. പ്രൊഡക്ഷനിൽ തന്നെ നമുക്കാവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അടുത്ത് എന്താ പറയണത്, അതിൻ്റെ എൻഹാൻസിങ് ദ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതെന്ത് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നതിന് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് ഇത് സഹായിക്കും. പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീം, അതാണ് പറയുന്നത് EPCG, എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക. വേരിയസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീം സച്ച് ആസ് ദ എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ്. ഇതിനടുത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ള 2016. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എയിംസ് ഫോസ്റ്റർ എൻ്റർപ്രണർഷിപ്പ്, സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ഇന്നവേഷൻ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അവർക്ക് വേരിയസ് ഇൻസെൻറ്റീവ് സ്കീമൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ പറയുന്ന പോളിസീസൊക്കെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ പ്രൊമോഷനിൽ എഴുതാം. പിന്നെ ഓരോ സ്റ്റേറ്റ് എടുത്തതും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ഇതിപ്പോൾ 92% ഞാൻ ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള റീഫോംസ് എന്തൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ FSDC എക്സ്റ്റാബ്ലിഷ് ചെയ്ത് 2010. FSDC എന്ന് പറഞ്ഞാൽ അപ്പെക്സ് ബോഡിയാണ്, എല്ലാത്തിൻ്റെ അപ്പെക്സ് ബോഡിയാണ്. ഫിനാൻഷ്യൽ സെക്ടറിനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന FSDCയുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അതായത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. എൻ്റർപ്രണേഴ്സിനൊക്കെ എന്ത് കൊടുക്കുക, ഈ പറയുന്ന അവരുടെയൊക്കെ ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ സ്കീമുകളൊക്കെ കൊണ്ടുവരിക. പിന്നെ മെർജർ ഓഫ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ FMC വിത്ത് SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ. അതായത് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ വിച്ച് റെഗുലേറ്റഡ് കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റ് വാസ് മെർജ്ഡ് വിത്ത് SEBI in 2015. This move aimed to achieve economic scope and scale of harmonic regulations of commodity, derivatives and securities market and enhancing regulatory efficiency. Security മാർക്കറ്റിനെ എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അവരുടെ എഫിഷ്യൻസി ഉറപ്പുവരുത്തുക. അതായത് ആ സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ ഫ്യൂച്ചർ മാർക്കറ്റ്സ്, ഫോർവേഡ്സ്, അപ്പോൾ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള റെഗുലേഷൻ കൊണ്ടുവരിക. ഡെറിവേറ്റീവ്സ്, ഇടനിലക്കാർക്കൊക്കെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള സ്റ്റെബിലിറ്റിയൊക്കെ ഉറപ്പുവരുത്തുക. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് ടു address the issue of non-performing assets. The ordinance empowered the RBI to direct bank to resolve specific stressed asset by initiating the insolvency proceedings. അതായത് RBIയുടെ ഇനിഷ്യേറ്റീവ്സിൽ വന്നതാണ് ഏത്, ബാങ്കിങ് റെഗുലേഷൻസ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്,
റിസോൾവിങ് സ്പെസിഫിക് സ്ട്രെസ്ഡ് അസറ്റ്, ഇനിഷ്യേറ്റിംഗ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോണ്, ഡെപ്റ്റ്, തിരിച്ചു കിട്ടാത്ത കടങ്ങൾ. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അരിയേഴ്സ് അടയ്ക്കാനുള്ള എമൗണ്ട്, വീഴ്ചകൾ വരുത്തിയത്. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഒരു സോൾവിങ് സെഗ്മെൻറ്റേഷൻ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നതാണ് ഇവിടെ ബാങ്കിങ് റെഗുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ 2020 അവർക്ക് വന്നിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ the amendment brought the cooperative banks under the supervision of the RBI to address the deteriorating conditions of cooperative banks in the country, empowered the RBI to over cooperative bank functioning, issues directives and intervene in their management to protect the interest of depositors and maintain financial stability. നമ്മളിത് മാത്രം നോക്കിയാൽ മതിയാവും. അതായത് RBI ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കുകൾ, പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇവർക്കൊക്കെ എന്തുകൊണ്ട് അവരുടെയൊക്കെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വഴി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ സെക്ടറിൽ വന്നിട്ടുള്ള മേജർ റീഫോംസ് ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് IMF. എന്താണ് IMF? IMF വളരെ സിമ്പിളാണ്. ഇത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയാണ് നമ്മൾ IMF എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 190ഓളം രാജ്യങ്ങളാണ് IMFിലുള്ളത്. IMF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1945 അത് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഐഡിയ എന്ത് ചെയ്തത് വന്നത്. IMFിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് കോപ്പറേഷൻ എമംഗ് മെമ്പേഴ്സ് ഇൻ കൺട്രീസ് ഇൻ മോണിറ്ററി മാറ്റേഴ്സ്. പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ IMFുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കുകൾ തമ്മിലൊരു സഹകരണം വേണം, ഒരു പരസ്പര സഹകരണം വേണം എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ടു മെയിൻറ്റെയിൻ ദി കോർഡിയൽ റിലേഷൻഷിപ്പ്, ഇല്ലേ, അത് തമ്മിൽ എന്താണ്, നല്ലൊരു ബന്ധം വേണം. ദ IMF ഓൾസോ ടു ഫോസ്റ്റർ ഇൻ്റർനാഷണൽ ട്രേഡ്. IMF എന്ത് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? പിന്നെന്താണ്, ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ലെവൽ, ഗ്രോ റിയൽ ഇൻകം, അല്ലേ, ഓരോ രാജ്യത്തിൻ്റെ റിയൽ ഇൻകം, പിന്നെന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെ കൂട്ടാൻ എന്ത് ചെയ്യുന്നു, IMF സഹായിക്കുന്നു. അപ്പോൾ IMF സിമ്പിളാണ്. 190 രാജ്യങ്ങളുണ്ടായിരുന്നു, 190 രാജ്യങ്ങളുണ്ട്. ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഐഡിയ ആദ്യമായിട്ട് വന്നത്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ആ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുക, പണത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഡിസ്പ്യൂട്ടൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കിയ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മോണിറ്ററിങ് എക്കണോമീസ്, എക്കണോമിയെ മോണിറ്റർ ചെയ്യുക. IMFുമായി ബന്ധപ്പെട്ട മെമ്പേഴ്സ് കൺട്രീസ് അവരുടെ എക്കണോമിയെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. IMFിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് തന്നെയാണോ പ്രവർത്തിക്കുന്നതെന്ന് എൻഷുർ ചെയ്യുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇല്ലേ, കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആര് കൊടുക്കുന്നുണ്ട്, IMF കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത് IMF പ്രൊവൈഡ് ഡയറക്റ്റ് ലെൻഡിങ് ടു മെമ്പർ കൺട്രീസ് ടു ഓവർകം ദ ടെമ്പററി BOP എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ്, അതായത് കൂടുതൽ ഡെഫിസിറ്റ് വന്നാൽ, കൂടുതൽ കമ്മിയായാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ ലോ ഇൻകം കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. പിന്നെ എക്കണോമിക് സർവൈലൻസ്, ഓക്കെ, അതായത് പണപരമായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങളൊക്കെ എന്ത് ചെയ്യുക, അസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. എക്സ്റ്റേണൽ ഫണ്ടിങ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. പിന്നെ അടുത്ത് പറയുന്നത് ഫോറം ഫോർ കൺസൾട്ടേഷൻ, അല്ലേ, ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് IMFനെ എന്ത് ചെയ്യാം, കൺസൾട്ട് ചെയ്യാം, ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ ചോദിക്കാം. പിന്നെ അടുത്ത് എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഡിസോർഡറി മൂവ്മെൻറ്റ്സ്. പിന്നെ അടുത്ത് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസ്, അവർക്ക് എഫക്റ്റീവായിട്ടുള്ള എക്കണോമിക് പോളിസീസ് അവർക്ക് കൊടുക്കുക, അല്ലേ, ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റിയിൽ അവർ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്ന്, എന്തൊക്കെയാണ് IMFിൻ്റെ ഫങ്ഷൻസ്, മോണിറ്ററിങ് എക്കണോമിക് പോളിസി, പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, പിന്നെ അസിസ്റ്റൻസ് ടു ലോ ഇൻകം കൺട്രീസ്, അല്ലേ, ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അസിസ്റ്റൻസ് കൊടുക്കുക. എക്കണോമിക് സർവേലൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് എക്സ്റ്റേണൽ ഫണ്ടിങ് ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക. പിന്നെ ഒരു കൺസൾട്ടേഷൻ ഫോറമായിട്ട് പ്രവർത്തിക്കുക, കപ്പാസിറ്റി ബിൽഡിംഗ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നോക്കിക്കോ, ഡിഫൈൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം റെക്കോർഡ് ചെയ്യും
എന്തൊക്കെ? നമ്മുടെ രാജ്യവും ബിറ്റ്വീൻ എ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്, എബ്രോഡുള്ള ഒരു രാജ്യവുമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മുടെ രാജ്യം എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. നമ്മളിപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടത്തുമല്ലോ, അപ്പോൾ അതൊക്കെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യും. അതായത് ഒരു ഹോം കൺട്രിയും റെസ്റ്റ് ഓഫ് ദി വേൾഡുമായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മെയിനായിട്ട് എങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ്? ഒന്ന് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ, നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യവുമായിട്ടുള്ള ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസ്, വ്യക്തികൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ്, ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ 2 അക്കൗണ്ടാണുള്ളത്, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ റേറ്റ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അതായത് ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ റേറ്റ് ഹയർ ദാൻ ദി ട്രേഡിംഗ് പാർട്ട്നേഴ്സ്, ഇറ്റ് ലീഡ് ടു ചീപ്പർ ഇമ്പോർട്ട് ആൻഡ് ദ ഡിക്ലൈൻ ദ കോമ്പറ്റൻസ് ഓഫ് ഡൊമസ്റ്റിക് എക്സ്പോർട്ട്. അതായത് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടായാൽ നമ്മൾ ഇറക്കുമതി കുറയ്ക്കും. മനസ്സിലായില്ലേ? ഇറക്കുമതി എന്ത് ചെയ്യും? കുറയ്ക്കും. കയറ്റുമതി എന്ത് ചെയ്യും? കൂട്ടും. പിന്നെ നാഷണൽ ഇൻകം ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. നാഷണൽ ഇൻകം ക്യാൻ ഇൻഫ്ലുവൻസ് ദ കറണ്ട് അക്കൗണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം കൂടിയാൽ ഹയർ ഇമ്പോർട്ട് ഡ്യൂ ടു ഇൻക്രീസ് ദ പർച്ചേസിംഗ് പവർ. നമ്മുടെയൊക്കെ നല്ല പർച്ചേസിംഗ് പവർ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് കൂട്ടും, ഇറക്കുമതി കൂട്ടും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യും. നമുക്കറിയാം, ഇപ്പം ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ 2 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്. എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാൾ കൂടിയാൽ അതിനെ സർപ്ലസ് എന്നും, കാരണം എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു രാജ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കൂടിയാൽ സർപ്ലസ് എന്നും, നേരെ തിരിച്ച് സർപ്ലസ് എക്സ്പോർട്ടിനേക്കാൾ കൂടിയാൽ അതിനെ ഡെഫിസിറ്റ്, കമ്മി എന്നും പറയും. അപ്പോൾ നാഷണൽ ഇൻകം കൂടിയാൽ അവിടെ എന്താണ്? ഇമ്പോർട്ട് കൂടും, എക്സ്പോർട്ട് കുറയും. അപ്പോൾ ഡെഫിസിറ്റിലോട്ട് പോകുമെന്നാണ് പറയുന്നത് കറണ്ട് അക്കൗണ്ട്. പിന്നെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ബൈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് ഇറക്കുമതി ചിലപ്പോൾ നിരോധിക്കും. കാരണം നമ്മളെല്ലാം പുറത്തുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ബൈ ഗവൺമെൻറ്. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ കൺട്രി കറൻസി എക്സ്ചേഞ്ച് ടു അനദർ. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എന്തിനെ അഫക്റ്റ് ചെയ്യും? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ എന്തിനെ അഫക്റ്റ് ചെയ്യും? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് ലോവർ എക്സ്പോർട്ടാണ്, കയറ്റുമതി കുറവും ഇമ്പോർട്ട് കൂടുതലും ആണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലോട്ട് പോകും. പിന്നെ ടാക്സേഷൻ ഓൺ ഫോറിൻ ഇൻകം. ഓൺ ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടാക്സസ് ഓൺ ഇൻകം ഏൺഡ് ബൈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഫോറിൻ മാർക്കറ്റ് ഇൻഫ്ലുവൻസസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. ഹയർ ടാക്സ് മേ റെഡ്യൂസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. അതായത് ഗവൺമെൻറ് ടാക്സ് ഒക്കെ കൂട്ടിയാൽ അതിൻ്റെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കൂടുന്നതിന് കാരണമാവും. പിന്നെ എക്കണോമിക് ലിബറലൈസേഷൻ, അതായത് എക്കണോമിക് പോളിസിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എക്സ്പെഷ്യലി ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങളൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുക. അതായത് റിജിഡ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുക. അപ്പോൾ ഇതിനെയാണ് എക്കണോമിക് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിങ്ങിനെ കറണ്ട് അക്കൗണ്ടിങ് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ഫോറിൻ ട്രേഡ്, ഡിസ്കസ് ദ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് ട്രേഡ് ഫിനാൻസിങ്. അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രേഡ് ആൻഡ് പ്രിൻസിപ്പൽ മീൻസ് ഓഫ് ട്രേഡ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്ന് മെർക്കൻഡൈസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എക്സ്ചേഞ്ച് ഓഫ് ടാഞ്ചിബിൾ ഗുഡ്സ് ബിറ്റ്വീൻ കൺട്രീസ്. നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഗുഡ്സുകൾ വിൽക്കുന്നതിനെയാണ്, രാജ്യങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നതിനാണ് നമ്മൾ മെർക്കൻഡൈസ് ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് നമ്മുടെ വെഹിക്കിൾസ്, മെഷീനറി, ഇലക്ട്രോണിക്, ടെക്സ്റ്റൈൽസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സർവീസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സർവീസുകൾ. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് ഓൺലൈനായിട്ട് കൊടുക്കുന്നത്, ടൂറിസം, ടെലികമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഇതൊക്കെ സർവീസാണ്. വിസിബിൾ ട്രേഡ് ഓൾറെഡി ടാഞ്ചിബിൾ ആണ്, പക്ഷെ നമുക്ക് വിസിബിൾ ട്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്കലി ട്രാൻസ്പോർട്ടഡ് അക്രോസ് ബോർഡേഴ്സ് സച്ച് ആസ് മാനുഫാക്ചർഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ, അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊക്കെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഗുഡ്സുകൾ, ടാഞ്ചിബിൾ ട്രേഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് മെർക്കൻഡൈസ് ട്രേഡ് പോലെ തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇൻവിസിബിൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഫിസിക്കൽ മൂവ്മെൻ്റ് ഇല്ല. നമ്മൾ നേരത്തെ സർവീസ് ട്രേഡ് എന്ന് പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
റെഫേഴ്സ് ടു ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ ടു കൺട്രീസ്, രണ്ട് കൺട്രീസ് തമ്മിൽ മാത്രം എക്സ്ചേഞ്ച് നടത്തുന്നതാണ് ബൈലാറ്ററൽ. മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ എല്ലാ രാജ്യങ്ങളും വാങ്ങൂലേ, അത് മൾട്ടിലാറ്ററൽ. ഇവിടെ നമുക്ക് മെർക്കൻഡൈസ് ട്രേഡും വിസിബിളും ഒരേപോലെയാണ്, സർവീസ് ഇൻവിസിബിളും ഒരേപോലെയാണ്. അടുത്ത കുറച്ച് കാര്യങ്ങളുടെ ഷോർട്ട് നോട്ട്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ഓൺ ഇൻ്റർനാഷണൽ ബിസിനസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട്, സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഫേസ് ഉള്ളതാണ്. അപ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ ടെക്നോളജിക്കൽ എഫക്റ്റ് ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ഒന്ന്, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. നമുക്ക് ഈ ടെക്നോളജിയൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈബർ അറ്റാക്കിൽ നിന്നൊക്കെ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, ബിസിനസ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബിസിനസ് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ വഴി ബിസിനസ് പ്രൊമോഷനൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓൺലൈൻ പ്രസൻസ് അതിൻ്റെ മാർക്കറ്റിംഗ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു ഓൺലൈൻ പ്രസൻസിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇല്ല, അങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വെബ്സൈറ്റ് ഒക്കെ വഴി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വഴി. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ക്ലാസ് കാണുന്നത് തന്നെ എന്താണ്? ഈ പറയുന്ന ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് വെച്ചാണ്. പിന്നെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. ടെക്നോളജി വെച്ച് എന്താണ്, എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ രീതിയിലൊക്കെ കൊണ്ട് വരാനായിട്ട് പറ്റും. ഔട്ട്സോഴ്സിങ് അല്ലേ, ഔട്ട്സോഴ്സിങ് ആൻഡ് കോസ്റ്റ് എഫിഷ്യൻസി. നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള ഔട്ട്സോഴ്സിങ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ചോദിക്കുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി അല്ലെ, പബ്ലിക്കിന് ഫുഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഒബ്ജക്റ്റീവ് പ്രൊവൈഡിങ് ദ സബ്സിഡൈസ്ഡ് ഫുഡിനൊക്കെ സബ്സിഡി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇപ്പം ധാന്യവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ എത്തിക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. ഇനി കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ഒന്ന്, എലിജിബിൾ ഹൗസ് ഹോൾഡ്, എല്ലാവർക്കും ഫുഡിൻ്റെ ആവശ്യമില്ല, അതായത് സ്വന്തമായിട്ട് വാങ്ങി കഴിക്കാൻ കാശുള്ളവരുണ്ട്, പക്ഷേ ബേസിക് നീഡ് പോലും സാറ്റിസ്ഫൈ ചെയ്യാത്തവർക്കാണ് ഇതെന്ത് ചെയ്യുക? ഈ പറയുന്ന സ്കീം വരുന്നത്. സോ അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു കീ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എലിജിബിൾ ഹൗസ് ഹോൾഡ്, ആപ്റ്റായിട്ടുള്ള ഹൗസ് ഹോൾഡിനെ കണ്ടുപിടിക്കുക. പിന്നെ എൻറ്റൈറ്റിൽമെൻറ്റ്, അത് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കുക. ഇവിടെ പറയുന്നത് റിസീവ് 5 കിലോഗ്രാം ഫുഡ് ഗ്രെയിൻസ് പെർ പേഴ്സൺ പെർ മന്ത് അല്ലേ. അപ്പോൾ അത് സബ്സിഡിയറി പ്രൈസിൽ എന്ത് ചെയ്യുക? 5 കിലോ വെച്ച് എന്ത് ചെയ്യുക? ആളുകൾക്ക് കൊടുക്കുക. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, സ്ത്രീകൾക്ക് പ്രസവാനന്തരമായിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡ്സുകളൊക്കെ കൊടുക്കുക. മിഡ് ഡേ മീൽ, സ്കൂളിലൊക്കെ ഉച്ചക്കഞ്ഞിയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെയാണ് ഉച്ചഭക്ഷണം, അതൊക്കെയാണ് ഈ സ്കീമുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒരിക്കൽ വായിച്ചാൽ മതി, സിമ്പിളായിട്ട് മനസ്സിലാവും. പിന്നെ അടുത്ത് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. കമ്പനീസ് ആക്ട് 2030 കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ എനാക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 2013 കമ്പനീസ് ആക്ട് പാസ്സാക്കിയത്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കമ്പനീസ് ആക്ടിനെ റെഗുലേറ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള കൺട്രോളിങ്ങോടുകൂടി ഓരോ കമ്പനിയും ഫോം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. 1956 പണ്ട് കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നത്. അതിൽ പറയുന്നത് കമ്പനി ഒരു എന്താണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ കമ്പനീസ് ആക്ടിൻ്റെ കീ ഫീച്ചേഴ്സ്: രജിസ്ട്രേഷൻ വേണം, ഒരു ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ 2013 ആക്ട് അനുസരിച്ച് എന്തൊക്കെ പറയുന്നു ആ കാര്യങ്ങളെല്ലാം ഒരു കമ്പനി ചെയ്തിരിക്കണം. കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ പ്ലേസ് വേണം, നെയിം വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത കോർപ്പറേറ്റ് ഗവേണൻസ്. ദി ആക്ട് എംഫസൈസ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. കമ്പനിയുടെ പ്രിൻസിപ്പിൾസ്, ആരൊക്കെയാണ് ഡയറക്ടേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റി എങ്ങനെയാണ് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിരിക്കണം. അക്കൗണ്ട്സ് അതിൻ്റെ ഓഡിറ്റൊക്കെ ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, ഇതെല്ലാം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റീസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ റെഗുലേഷൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാമാണ് എന്ത് ചെയ്യുന്നത് കമ്പനീസ് ആക്ടിൽ പറയുന്നത്. പിന്നെ അടുത്ത് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇൻഫ്ലേഷൻ? ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, എക്കണോമി എന്ത് ചെയ്യുന്നു? എക്കണോമി ഒരു റോങ് പൊസിഷനിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മെനി എക്കണോമിസ്റ്റ് ഹാവ് എ ഡിഫറെൻറ്റ് ഐഡിയ അബൌട്ട് ഇൻഫ്ലേഷൻ.
Example, Colburn says that the inflation is when too much money chases too few goods. അതായത് ആവശ്യങ്ങളെക്കാൾ അധികം നമുക്ക് ക്യാഷ് ആകുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള റിസോഴ്സിനെക്കാളും കൂടുതൽ ഡിമാൻഡബിൾ വരുന്നു, ഹൈ പർച്ചേസിംഗ് പവർ വരുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. Economists all agree that the inflation is a rise in price that lasts for a long time and it is noticeable. Okay, inflation എന്തിനു വഴിയൊരുക്കുന്നു? പ്രൈസ് കൂട്ടാനായിട്ട് വഴിയൊരുക്കുന്നു. കാരണം ആവശ്യക്കാർ കൂടുതലാകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടുന്നു. ഇൻഫ്ലേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇറ്റ് ക്യാൻ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. പ്രൊഡ്യൂസേഴ്സ് നീഡ് പ്രൈസ് ടു ഗോ അപ്പ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദം ആൻഡ് പുട്ട് മോർ ഗുഡ്സ് ഓൺ ദി മാർക്കറ്റ്. അല്ലേ, ഇപ്പോൾ അതിൻ്റെ ബാഡ് വശം എന്ന് പറഞ്ഞാൽ എല്ലായിടയിലും ക്യാഷ് വന്നാൽ പണത്തിൻ്റെ വാല്യൂ പോകും. അതിൻ്റെ ഒരു ഗുഡ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ കാശ് കിട്ടും, അവരവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും, മാർക്കറ്റിൽ പുതിയ പുതിയ കമ്മോഡിറ്റീസ് വരും. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി ബിസിനസ് എൻവയോൺമെൻറ്റിൽ തന്നെ 90% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോ ഉണ്ടാവുന്നതാണ്.